the fullness of God on this planet Earth. അതായത് കർത്താവിന്റെ പൂർണ്ണത, പരിപൂർണമായിട്ടുള്ള ശക്തി ഈ ഭൂമിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവുന്നത്. ഞാനോട് വായിച്ചു, അപ്പോസ്തല പ്രവൃത്തി 1:8 വായിച്ചു. എന്താ വായിച്ചത്? നമ്മൾ വായിച്ചു 1:8 അപ്പോസ്തല പ്രവൃത്തി. നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ലോകത്തോളം പോയി എന്ന് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. എപ്പോഴും നിങ്ങൾ നിറച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ, അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ എപ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ കടന്നു വരണം. ആ ഒരു പ്രോസസ്സിലേക്കാണ് നിങ്ങൾ കടന്നു വരേണ്ടത്. അല്ലാതെ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? കാര്യം കാണാൻ കഴുതക്കയുടെ കാലം പിടിക്കും, കാര്യം കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ അടുത്ത് വരരുത്. എനിക്ക് ആരോഗ്യമോ കടം കൊടുത്ത് പൈസയുണ്ട്, അതെനിക്ക് തിരിച്ചു കിട്ടണം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ധ്യാനത്തിൽ വന്നത്. എനിക്ക് രോഗമുണ്ട്, ആ രോഗ സൗഖ്യമാക്കണം. എൻ്റെ വീട്ടിലെ എൻ്റെ ഭർത്താവും മകനൊക്കെ ഭയങ്കര കുടിയന്മാരാണ്, ആ കുടിയൊന്നും നിർത്തണം, അതിനുവേണ്ടി ഞാനൊരു നിയോഗം വെച്ച് ധ്യാനത്തിലേക്ക് വരും. അതൊക്കെ നിങ്ങളുടെ ലാസ്റ്റ് കാര്യങ്ങളാണ്. ഫസ്റ്റ് പ്രയോറിറ്റി നിന്റെ ജീവിതത്തില് ദൈവത്തെ അറിയുകയെന്നാണ്. മുഖാമുഖം ദൈവവുമായിട്ട് സംസാരിക്കുക എന്നുള്ള പൂർണ്ണ ബോധ്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ യേശുവിന്റെ നാമത്തിൽ ആരാണ് അയക്കുന്നത്? പിതാവാണ് അയക്കുന്നത്. ആരെയാണ് അയക്കുന്നത്? പരിശുദ്ധാത്മാവ്. ത്രിത്വം അവിടെ വെളിപ്പെടുകയാണ്. അപ്പോൾ ഈ സഹായകൻ എന്ന് പറയുന്നത് ഒരു 7-8 വാക്യങ്ങൾ ഒതുങ്ങാവുന്നതല്ല. അത് കർത്താവിന്റെ ശുശ്രൂഷയാണ്, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. അപ്പോൾ ഇതേ ആത്മാവാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ 1:8 പറയുന്നു, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കണം. നമ്പർ 1. ആദ്യം പറഞ്ഞ കാര്യത്തിന്റെ ഫുൾഫിൽമെന്റ് എഗെയിൻ പറയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും കർത്താവ് ഉറപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ കർത്താവ് നിന്നോട് പറയാം, നിനക്ക് ഞാനൊരു ബിസിനസ് തരും എന്നൊരു 10 വർഷം മുമ്പ് പറയും. എന്നിട്ട് അത് കഴിഞ്ഞാൽ 10 വർഷം നോക്കിയിട്ട് കാണുന്നില്ല. 10ാമത്തെ വർഷമായപ്പോൾ വീണ്ടും വേറെ ആളോട് പറഞ്ഞു, നിന്റെ ബിസിനസ് കർത്താവ് തരാൻ പോകുന്നു. അപ്പൊ നിനക്ക് ബലം വന്നു. പണ്ടാരോ എന്നോട് പറഞ്ഞു ബിസിനസ് തരുന്നത്, ഇന്നിപ്പോഴും തരുന്നു പറയുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും കർത്താവിന്റെ വചനം പറയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യത്തിനെ തരുന്നു. അതേ വാക്യം ഉറപ്പിച്ചു പറയുകയാണ്, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് 2 കാര്യങ്ങളെ കിട്ടും. ഓക്കെ, ആദ്യം പറഞ്ഞു കർത്താവ് നിന്നെ സഹായിക്കുമെന്ന്. രണ്ടാമത് പറയുന്നു നിനക്ക് ശക്തി തരുന്ന. വീണ്ടും പറയുന്നു ശക്തിയും സഹായവും മാത്രമല്ല, നിന്നെ സാക്ഷിയാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സാക്ഷിയാക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്, അത് ദൈവമാണ്. ഓക്കെ, അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കും. അടുത്തിരുന്നോട് പറഞ്ഞു ഞാൻ ഈ ശക്തിപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്നും സംഭവിക്കത്തില്ല. കാരണം ഇതിനൊരു തെളിവുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും, മാൾട്ട എന്നുള്ള ദ്വീപിലേക്ക് കപ്പൽ തകർന്നിട്ട് നീന്തി വന്ന അപ്പോസ്തലന്മാരെ കൂട്ടിരുന്നു. പൗലോസ്ലീഹ മാൾട്ട എന്നുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവിടെ കുറച്ച് പേര് തീ കായുന്നുണ്ട്. തണുപ്പായതുകൊണ്ട് അത് തീ കായുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഷ്ണം വിറകെടുത്തിട്ട് അതിലേക്ക് ഇട്ടതാണ് പൗലോസ്ലീഹ. പെട്ടെന്നൊരു പാമ്പ് കയറി കൈ കടിച്ചു. അടുത്തിരുന്നവരോട് പെട്ടെന്ന് പാമ്പ് കയറി കടിച്ചു പറഞ്ഞു, പെട്ടെന്ന് രോഗത്തിനേക്കാളും വലിയവനാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ,
എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിനേക്കാളും വലിയവനാണ്. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിന് നിന്റെ കർത്താവ് വളരെ പറഞ്ഞു. കർത്താവ് എന്റെ ഇടയനാണെങ്കിൽ എനിക്കൊന്നിനും കുറവില്ല. അപ്പോൾ കർത്താവ് എന്റെ ഇടയൻ. അപ്പോൾ എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കർത്താവായിരിക്കാം. യേശു കർത്താവായിരിക്കാം എന്ന് വെച്ചാൽ യേശു നായകനായിരിക്കണം, യേശു ഹീറോ ആയിരിക്കണം, യേശു ഭരിക്കുന്നവനായിരിക്കണം. നിന്റെ സമ്പത്തിനെ ഭരിക്കുന്നവനാകണം, നിന്റെ ആരോഗ്യത്തെ ഭരിക്കുന്നവനാകണം, നിന്റെ ജീവിതത്തെ ഭരിക്കുന്നവനാകണം, നിന്റെ ആത്മാവിനെ ഭരിക്കുന്നവനാണ്. എങ്കിൽ മാത്രമേ എനിക്കൊന്നിനും കുറവുണ്ടായിരിക്കും. അത് സംഭവിക്കണമെന്നില്ല. ഇവിടെ നമ്മളൊരു 80% ആൾക്കാർക്കും വീൽ ചെയർ. 80% ആൾക്കാർ വീൽ ചെയർ. ചിലർക്ക് കാലുകളില്ല, ചിലർക്ക് കാലുകൾ കുറിയിരിക്കുന്നു, ചിലര് ജന്മന ആണ്, ചിലര് കെട്ടിടത്തിന്റെ മുകളിൽ വീഴുന്നു, ചിലര് തെങ്ങിന്റെ മുകളിൽ വീഴുന്നു. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ സത്യമായി നമ്മളൊക്കെ പോയി കാണുന്നു. ആ അവസ്ഥ കണ്ടപ്പോഴും വളരെയധികം നമുക്ക് ഹൃദയത്തിൽ വേദന. അവിടെ ദൈവം ഒരു ഭയങ്കര മിറക്കിൾ ചെയ്തെങ്കിൽ ഒരു ചേട്ടന് പരിപൂർണമായിട്ടും ചെവി കേൾക്കാൻ പറ്റുന്നില്ല, ഒട്ടും ചെവി കേൾക്കില്ല. അവിടെ വന്നപ്പോൾ ഭാര്യയാണ് സംസാരിച്ചത്, ചേട്ടന് ചെവി പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഒരു ശക്തി അവരിൽ നിന്ന് വിട്ടുപോവുകയും അവരുടെ ചെവി ഓപ്പൺ ആവുകയും ചെയ്തു. അവർക്ക് ചെവി കേൾക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്, നിങ്ങൾക്കത് കാണാം. ഓക്കെ, യൂട്യൂബ് കർത്താവിന്റെ സന്നിധിയിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. യേശുവിന്റെ രക്തമാണ് വില കൊടുത്തിട്ട് നമ്മളെ വിലക്കെടുത്തത്. ഹല്ലേലൂയ. എഫേസോസ്യർക്ക് ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചു. എഫേസോസ് 1:7. അവിടുത്തെ കൃപയുടെ സമ്പത്തിക്കൊത്ത് അവിടുത്തെ കൃപയുടെ സമ്പത്തിന് അനുസരിച്ച് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവന്റെ രക്തം വഴി. എല്ലാവരും ഉറക്കം പറഞ്ഞു, അടുത്തിരിക്കുന്നത് പറഞ്ഞു അവന്റെ രക്തം വഴി. തോളെ തട്ടിട്ട് പറ, അവന്റെ രക്തം വഴി നിങ്ങൾക്ക് വിടുതല, അവന്റെ രക്തം വഴി നിങ്ങൾക്ക് പാപമോചനമാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്നും, അതായത് ആകെ പാപം ചെയ്തപ്പോൾ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ ഈ ബന്ധം യോജിപ്പിക്കാൻ വേണ്ടിയാണ് ആര് വന്നത്? യേശു ക്രിസ്തു മനുഷ്യനായി വന്നത്. അതിന് ഉദാഹരണം പറയാം. ഒരു വലിയ വൃന്ദാവനം, ആ വൃന്ദാവനത്തിൽ ഒരു സൃഷ്ടാവ് ഒരു ഉറുമ്പിനെ സൃഷ്ടിച്ചു വെച്ചു. എന്തിനാണ്? എല്ലാവരും ശ്രദ്ധിക്കണം. ഉറുമ്പിനെ സൃഷ്ടിച്ചു. എന്നിട്ട് സൃഷ്ടാവ് പോയി ഈ വൃന്ദാവൻ ഉറുമ്പിനെ ഏൽപ്പിച്ചു. ഉറുമ്പ് വടക്കുന്ന തെക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി, തെക്കുന്ന പടിഞ്ഞാറോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ പലയിടത്തും സഞ്ചരിച്ച് വലിയൊരു ഗർത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ ഇരുട്ടിന്റെ വലിയ ആഴമായ ഗർത്തത്തിലേക്ക് സഞ്ചരിക്കപ്പെട്ട സൃഷ്ടാവ് കൊണ്ട് പോകുന്നു. ഹലോ ഉറുമ്പേ, നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ മരിച്ചു പോകും, അവിടെ തിരിഞ്ഞു നടക്കുക. പക്ഷെ ഉറുമ്പിന് സൃഷ്ടാവിന്റെ ഭാഷ മനസ്സിലായില്ല. അടുത്തിരിക്കുന്നത് പോലെ ഭാഷ മനസ്സിലായില്ല. ആർക്ക് മനസ്സിലായില്ല? ഉറുമ്പിന് മനസ്സിലായില്ല. അപ്പൊ ഉറുമ്പിനെ പിടിച്ച് അവിടുന്ന് മറ്റേ തോട്ടത്തിന്റെ വേറൊരു മൂലയിൽ വെച്ചു. അവിടുന്ന് വീണ്ടും കൃഷി ചെയ്തു നേരെ ഈ പറയുന്ന ഗർത്തത്തിലേക്ക് വരുന്നത്. അപ്പൊ സൃഷ്ടാവ് ചിന്തിച്ചു, ഇതിനെന്താ ഒരു മാർഗം? ഈ സൃഷ്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം, ഈ ഗർത്തത്തിലേക്ക് പോകുന്നത് അവസാനിപ്പിക്കണം. അപ്പൊ സൃഷ്ടാവ് ഉറുമ്പായി ജനിച്ചു, ഉറുമ്പായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ സൃഷ്ടി
സൃഷ്ടാവെന്ന ഉറുമ്പ് സൃഷ്ടി എന്ന ഉറുമ്പിനോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ പോകരുത്, നീ അവിടെ പോയി കഴിഞ്ഞാൽ മരിച്ചു പോകും, അവിടെ തിരിച്ചു വാ, നീ ഒരിക്കലും ഇനി അങ്ങോട്ട് പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. മനുഷ്യനോട് മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുവാൻ മനുഷ്യനായി പിറന്ന യേശുനാഥൻ. ഹല്ലേലൂയ. സിമ്പിൾ. മനസ്സിലായോ? സിമ്പിളായിട്ട് മനസ്സിലായോ? അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ ആദത്തിന്റെയും ദൈവത്തിന്റെയും ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നത്. ഭാഷ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അവർ എന്നെ അനുഗമിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഭാഷ അറിയണമെങ്കിൽ ദൈവ മക്കൾക്കേ സാധിക്കുകയുള്ളൂ. ദൈവ മക്കളായ നമുക്ക് ദൈവത്തിന്റെ ഭാഷ മനസ്സിലാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും കഴുകി മോചിപ്പിച്ചു, നമ്മളെ രക്ഷയിലേക്ക് വീണ്ടെടുത്തു. അതായത് നമ്മൾ പിശാചിന്റെ അധീനതയിലായി ഒരു കാലഘട്ടത്തിൽ. എന്നാൽ യേശു വന്നു, അവൻ രക്തം ചിന്തി നിങ്ങളെ വിലക്കെടുത്തു. എടാ, നിങ്ങളുടെ മുഖത്തിൽ നിങ്ങളെ നെറ്റിയിൽ ഒട്ടിച്ചിരിക്കുകയാണ്. നോട്ട് ഫോർ സെയിൽ, വിൽക്കപ്പെടുവാനുള്ളതല്ല. ഏതെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, പിശാചേ, നിന്റെ രോഗത്തിന് എന്റെ മേൽ അധികാരം ഇല്ല. ഹല്ലേലൂയ. നിന്റെ രോഗത്തിന് എന്റെ മേൽ അധികാരമില്ല. ഒന്നുമില്ല. യേശു ക്രിസ്തുവിലൂടെ എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. കാരണം എന്നെ ശക്തനാക്കുന്നവർ, എന്റെ മേൽ വ്യാപരിക്കുന്ന കർത്താവിന്റെ ശക്തി, അത് അമിത ബലം നൽകുന്നു. എന്റെ ആത്മാവിനെയും എന്റെ മനസ്സിനെയും എന്റെ ശരീരത്തിനെയും ബലം നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ തീയ് എന്നെ മാറ്റിമറിക്കുന്നു. കർത്താവിന്റെ അഭിഷേകം എന്നെ നിലനിർത്തുന്നു. കർത്താവിന്റെ ശക്തി എന്നെ പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. കർത്താവിന്റെ സ്വഭാവം എന്റെ സ്വഭാവത്തെ മാറ്റുന്നു. കർത്താവിന്റെ സന്തോഷം എന്റെ ദുഃഖത്തിനെ മാറ്റുന്നു. യേശുവിന്റെ ശക്തി എന്റെ രോഗത്തെ മാറ്റുന്നു. അസാധ്യങ്ങളെ സാധ്യമാകുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായിയാണ്, പരിശുദ്ധാത്മാവിന്റെ സഹായകനാണ്. പരിശുദ്ധാത്മാവ് എല്ലാത്തിനും എന്നെ തുണയ്ക്കുന്നു. പരിശുദ്ധാത്മാവിനെ അറിയിച്ചു തരുന്നു. പരിശുദ്ധാത്മാവിനെ ശക്തനാക്കുന്നു. പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. അവന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിന്റെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടിയാണ് അവൻ നഗ്നനായത്. നിന്റെ ദാരിദ്ര്യം മാറ്റുവാൻ വേണ്ടിയാണ് അവൻ ദരിദ്രനായത്, നിന്നെ സമ്പന്നനാക്കിയത്. അവൻ മരിച്ചത് നിങ്ങൾ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ്. ഡിവൈൻ എക്സ്ചേഞ്ച്. യേശു ക്രിസ്തുവിന്റെ ഒരു മഹത്വപരമായിട്ടുള്ള കൈമാറ്റമാണ് കർത്താവ് ക്രൂശിൽ നിങ്ങൾക്കായി ചെയ്തെടുത്തത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ ഹല്ലേലൂയ പറയുക. ജയമുണ്ട്. പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ എനിക്ക് എപ്പോഴും ജയം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.